നമസ്കാരം. ഇത് 2025 ഏപ്രിൽ 15 ചൊവ്വാഴ്ച. എല്ലാ ഓസ്ട്രേലിയൻ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് തൽക്ഷണ നികുതി കിഴിവ് പ്രഖ്യാപിച്ചു. ജോലിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് $1000 തൽക്ഷണ നികുതി കിഴിവ് ഏർപ്പെടുത്തുവാനുള്ള പദ്ധതികളാണ് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പ്രഖ്യാപിച്ചത്. വ്യക്തിഗത ജോലി സംബന്ധമായ ചെലവുകൾ ക്ലെയിം ചെയ്യുന്നതിന് പകരം $1000 തൽക്ഷണ നികുതി കിഴിവ് ക്ലെയിം ചെയ്യുവാൻ നികുതിദായകരെ ഈ പരിഷ്കാരം അനുവദിക്കും. നിശ്ചിത വരുമാനമുള്ളവർക്ക് $1200 നികുതി ഇളവ് പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ പ്രഖ്യാപിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആൽബനീസ് നയം വെളിപ്പെടുത്തിയത്. ഈ രണ്ട് നയങ്ങളും 2026 ജൂലൈ വരെ പ്രാബല്യത്തിൽ വരില്ല. പ്രചാരണത്തിനിടെ ക്വീൻസ്ലാൻഡ് ഫുഡ് ചാരിറ്റി സന്ദർശിച്ച പ്രതിപക്ഷ നേതാവ് പീറ്റർ ഡട്ടൺ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ക്വീൻസ്ലാൻഡ് ഏറ്റവും വലിയ ഭക്ഷ്യ ദുരിതാശ്വാസ ചാരിറ്റിക്കായി $19.5 മില്യൺ അദ്ദേഹം പ്രഖ്യാപനം നടത്തി. ഫുഡ് ബാങ്കിനായി ഒരു പുതിയ ഭക്ഷ്യവിതരണ കേന്ദ്രം നിർമ്മിക്കുവാൻ സഹായിക്കുന്നതിന് തുക വിനിയോഗിക്കും. ഗ്രിഫ്തിൽ സ്ഥിതി ചെയ്യുന്ന സെന്റർ ക്വീൻസ്ലാൻഡിലെ ഏറ്റവും വലിയ ഫുഡ് ചാരിറ്റിയാണ്. സെൻട്രൽ ക്വീൻസ്ലാൻഡിൽ അവധി ആഘോഷിക്കുവാൻ എത്തിയ ഒരു കുടുംബത്തിലെ 2 പേർ മുങ്ങി മരിച്ചു. രക്ഷപ്പെടുത്തിയ മൂന്നാമൻ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗ്ലാഡ്സ്റ്റോണിൽ നിന്ന് 75 കിലോമീറ്റർ തെക്കുകിഴക്കായി സ്ഥിതി ചെയ്യുന്ന ബീച്ചിലാണ് 46-37 വയസ്സുള്ള 2 പുരുഷന്മാരും കൌമാരക്കാരനായ ഒരു ആൺകുട്ടിയും ഒഴുക്കിൽപ്പെട്ടത്. വൃദ്ധനും ആൺകുട്ടിയും മരിച്ചു. 37കാരനെ രക്ഷപ്പെടുത്തി. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യുകയായിരുന്നു. മുഹമ്മദ് ഫത്താഫ് എന്ന 9 വയസ്സുകാരനാണ് അഡ്നാദിന്റെ വെടിയേറ്റ് ഇന്നലെ മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തെക്കൻ NSWയിലെ ഗൌൾബാണിന് സമീപം നടന്ന വെടിവയ്പിൽ മുഹമ്മദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ 2 പേർക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. കഴുത്തിന് ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദിനെ പാരാമെഡിക്കലുകൾ ചികിത്സിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സംഭവത്തിൽ അനധികൃതമായി തോക്ക് ഉപയോഗിച്ചതിന് 14 വയസ്സുള്ള ആൺകുട്ടിയെയും 33കാരനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആയിരക്കണക്കിന് ഇനം ചിലന്തികളുടെ ആവാസ കേന്ദ്രമായ രാജ്യത്ത് ശാസ്ത്രജ്ഞർ 55 പുതിയ ഇനം ചിലന്തികളെ തിരിച്ചറിഞ്ഞു. ഓസ്ട്രേലിയൻ വിഷ്ബോൺ ചിലന്തികളുടെ 55 പുതിയ ഇനങ്ങളെ ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞുവെന്ന് വെളിപ്പെടുത്തി. ടെറന്റിലുകളുടെയും ഫണൽ വെബ് ചിലന്തികളുടെയും അതേ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന വിഷ്ബോൺ ചിലന്തികൾ മാളങ്ങൾ കുഴിച്ചിരയെ പിടിക്കുന്നവയാണ്. പുതിയ ഇനങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങളും പഠനങ്ങളും നടന്നുവരികയാണെന്ന് ശാസ്ത്രജ്ഞർ അറിയിച്ചു. വയോജന പരിചരണ ദാതാവായ ബുപ തങ്ങളുടെ റെസിഡൻഷ്യൽ ഹോമുകളിൽ മോശം ഗുണനിലവാരമുള്ള സേവനങ്ങൾ നൽകിയെന്ന ആരോപണത്തിൽ നടപടി ആരംഭിച്ചു. 2019 ജൂലൈ മുതൽ 2025 ഏപ്രിൽ വരെ ബുപ്പ ഏജ്ഡ് കെയർ ഓസ്ട്രേലിയയുടെ വീടുകൾ താമസക്കാർക്ക് വാഗ്ദാനം ചെയ്ത മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഫെഡറൽ കോടതി കേസ് ആരോപിക്കുന്നു. വയോജന പരിചരണത്തിൽ പ്രവേശിക്കുമ്പോൾ സുരക്ഷിതവും ഉയർന്ന നിലവാരമുള്ളതുമായ പരിചരണം ലഭിക്കുന്നതിൽ ബൂപ്പ പരാജയപ്പെട്ടു എന്നാണ് ആരോപണം. താമസക്കാർക്ക് നൽകേണ്ട കരാർ ബാധ്യതകൾ ബൂപ്പ ലംഘിച്ചുവെന്നും ഉപഭോക്തൃ നിയമപ്രകാരമുള്ള ഗ്യാരണ്ടികൾ ലംഘിച്ചുവെന്നും ആരോപിച്ചാണ് കോടതി നടപടി. ഞായറാഴ്ച രാത്രി ബ്രിസ്ബെയിന്റെ വടക്കൻ മേഖലയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ ഒരു മരണം. ഗുരുതര പരിക്കേറ്റ 3 പേർ ഉൾപ്പെടെ അപകടത്തിൽ 10 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിർത്തിയിട്ട വാഹനങ്ങളിൽ ഒന്നിലുണ്ടായിരുന്ന ഒരു സ്ത്രീ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. സംഭവത്തിൽ ദൃക്സാക്ഷികളുടെയും CCTV ദൃശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് 35.7 ലക്ഷം രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. 1190 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവാണ് കസ്റ്റംസ് പിടിച്ചെടുത്തത്. കഞ്ചാവ് കടത്തിയ തമിഴ്നാട് സ്വദേശി തുളസിയെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ബാങ്കോക്കിൽ നിന്നുമാണ് പ്രതി തായ്ലാന്റ് എയർവേസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരിയിൽ എത്തിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണം നടത്തണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ നിലപാട് വ്യക്തമാക്കി മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി സിഇഒ KM എബ്രഹാം. കിഫ്ബി സിഇഒ സ്ഥാനത്ത് നിന്ന് സ്വയം രാജിവെക്കില്ല. പദവിയിൽ തുടരണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. CBI അന്വേഷണത്തിന് ഉത്തരവിട്ട നടപടിയെ സധൈര്യം നേരിടുമെന്നും KM എബ്രഹാം പറഞ്ഞു.
പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രത്നവ്യാപാരി മെഹുൽ ചോക്സി അറസ്റ്റിൽ. ബെൽജിയത്തിൽ നിന്നാണ് മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്തത്. ഇന്ത്യൻ ഏജൻസികളുടെ അഭ്യർത്ഥന പ്രകാരമാണ് അറസ്റ്റ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 11,653 കോടി രൂപയുടെ വായ്പയെടുത്ത് മുങ്ങിയ മെഹുൽ ചോക്സിക്കെതിരെ ഇഡിയും സിബിഐയും നേരത്തെ കേസെടുത്തിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ദേശീയ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥർ ദിവസവും 8 മുതൽ 10 മണിക്കൂർ വരെ ചോദ്യം ചെയ്യുന്നുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. തുടർച്ചയായി 3-ാം ദിവസവും എൻഐഎ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ദില്ലിയിലെ സിജിഒ സമുച്ചയത്തിലെ എൻഐഎ ആസ്ഥാനം റാണയുടെ അറസ്റ്റിനെ തുടർന്ന് വലിയ സുരക്ഷാ വലയത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്റലിജൻസ് മേധാവി പി വിജയനെതിരെ വ്യാജമൊഴി നൽകിയതിന് ഡിജിപി MR അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്നുള്ള ഡിജിപിയുടെ ശുപാർശയിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി. സ്വർണ്ണക്കടത്തിൽ പി വിജയന് ബന്ധമുണ്ടെന്ന മൊഴി നൽകിയ നടപടി ക്രിമിനൽ കുറ്റമെന്നാണ് ഡിജിപിയുടെ കണ്ടെത്തൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.